കഴിഞ്ഞ ദിവസം ത്രിപുരയിൽ നിന്ന് ധാക്ക വഴി കൊൽക്കത്തയ്ക്ക് പോകുകയായിരുന്ന ബസ് ബംഗ്ലാദേശിൽ വെച്ച് ബംഗ്ലാദേശികൾ തടഞ്ഞു നിർത്തുകയും യാത്രക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിൽ പ്രകോപിതനായ ത്രിപുര മുഖ്യമന്ത്രി ഡോക്ടർ മണിക് സാഹ പറഞ്ഞത്, ഇതിന് വമ്പൻ തിരിച്ചടി ഞങ്ങൾ നൽകിയിരിക്കും. നിങ്ങളുടെ വിമോചന സമരത്തിന് കൂടെ നിന്നവരാണ് ത്രിപുരക്കാർ, അതേ മനസ്സുള്ളവരാണ്. പക്ഷേ ഞങ്ങളോട് നീതികേട് കാണിച്ചാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ബംഗ്ലാദേശിന് ത്രിപുര നൽകുന്ന വൈദ്യുതി കട്ട് ചെയ്യാൻ ഒരുങ്ങുകയാണ് ത്രിപുര സർക്കാർ. ഇത് സംബന്ധിച്ച് ത്രിപുരയെ ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വൈദ്യുതി കുടിശ്ശികയായ 135 കോടി എത്രയും പെട്ടെന്ന് തന്നില്ല എങ്കിൽ നിങ്ങൾക്കുള്ള വൈദ്യുതി വിതരണം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നാണ് ത്രിപുര ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. NTPC വിദ്യുത് വ്യാപാർ നിഗം ലിമിറ്റഡ് ആണ് ത്രിപുര സർക്കാരിൻ്റെയാണ്. അവരാണ് ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നത്. 2024 മെയ്യിൽ വൈദ്യുതി നൽകുന്നതിൽ കുറച്ച് കുറവ് വരുത്തിയിരുന്നു. അത് ഈ പെൻഡിങ് ഉള്ളതുകൊണ്ടാണ് കുറവ് വരുത്തിയത്. മുൻപ് നമുക്കറിയാം, അദാനി വൈദ്യുതി കട്ട് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അദാനിയുടെ കാലും കയ്യും പിടിച്ച് അത് പുനഃസ്ഥാപിച്ചവരാണ് ബംഗ്ലാദേശികൾ. ഇപ്പോൾ ത്രിപുര ഇക്കാലം അത്രയും കുടിശ്ശിക ഉണ്ടായിട്ടും പണം ലഭിക്കാനുണ്ടായിട്ടും അതെല്ലാം സഹിച്ച് നമ്മുടെ അയൽരാജ്യത്തിന് നൽകി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ത്രിപുരയിലെ ജനങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. ഇതിലൊട്ടും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഡോക്ടർ മണിക് സാഹ പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ചില പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമൊക്കെ ഇന്നലെ ത്രിപുരയിൽ നടന്നിരുന്നു. ഏതായാലും ഒരു വലിയ നീക്കം തന്നെയെന്ന് പറയാം. നട്ടലുള്ള മുഖ്യമന്ത്രി തന്റെ നാട്ടുകാരനെ കൈവച്ചവനെ ഇരുട്ടിലേക്ക് നയിക്കുകയാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.